നമസ്കാരം. പുതിയ പ്രതീക്ഷകളോടെ ഒരു പുതിയ മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന് ഏപ്രിൽ 1. എന്നാൽ ഏപ്രിൽ മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ, ജ്യോതിഷപരമായി നോക്കുമ്പോൾ, ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ, ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കുക, ജീവിതത്തിൽ സന്തോഷം നിറയുക, ഇത്തരത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭകരമായ സമയമാണ്. ഈ സമയം അവരുടെ ജീവിതത്തിൽ ഔദ്യോഗികവുമായി അല്ലാതെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം, ബഹുമാനം വർദ്ധിക്കുന്നതായ സമയം, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ നിലപാടുകൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾ അനുകൂലമായി തന്നെ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം. ആലസ്യമകന്ന ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ നിസ്സംശയം പറയാം. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ധനപരമായ നേട്ടങ്ങൾക്കൊപ്പം ചെലവും ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാകുന്നു. അല്പം ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും വളരെ വേഗം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ മാസമാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 10-ലും 11-ലും ആദിത്യനും 11-ൽ വ്യാഴവും സഞ്ചരിക്കുകയാൽ കർമ്മരംഗം ഏറ്റവും ശുഭകരവും ഉന്മേഷകരവുമായി മാറുന്ന സമയമാണ്. ഇവരുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ മറ്റു ചില കാര്യങ്ങളും വന്നു ചേരും. ഇവരുടെ ജീവിതത്തിൽ പൊതുവെ ഉന്മേഷകരമായ അവസരങ്ങളാണ് വന്നു ചേരുക. ഏത് കാര്യം ചെയ്യുകയാണ് എങ്കിലും അത് ഗുണകരമായി മാറുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയം. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ അത് ദുഷ്കരമാണ് എങ്കിലും ഭംഗിയായി തന്നെ നിറവേറ്റുവാൻ ഇവർക്ക് സാധിക്കും. വലിയ പദവികൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം. വ്യാപാര രംഗത്ത് ഈ സമയം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ശുക്രൻ ഉച്ചസ്ഥിതിയിൽ വരികയാൽ ഭൗതികമായ പുരോഗതി, ആഡംബരം എന്നിവയ്ക്കും സാധ്യത കൂടുതലാണ്. പല കാര്യങ്ങളും ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം. ഈ സമയം നിങ്ങളുടെ ആഗ്രഹം പോലെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. അനുമതികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, സർക്കാരുമായി ബന്ധപ്പെട്ട അനുമതികൾ കൈവശം എത്തുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഏറ്റവും ശുഭകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങളാണ് കൂടുതലായും വന്നു ചേരുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്തര നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങളെ നിങ്ങൾക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉന്മേഷം വർദ്ധിക്കുന്നതാണ്. ആലസ്യം നിങ്ങൾക്ക് കൈവിടിഞ്ഞ് ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം കടബാധ്യതകൾ തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ദാമ്പത്യ ജീവിതത്തിൽ അല്പം ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ എന്നിവ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ അകന്നു പോകുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രധാനമായും ഗുണകരമായ കാര്യങ്ങളാണ് കൂടുതലായും വന്നു ചേരുക. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്
പരമശിവനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നത് സമയമാണ് എന്ന് തന്നെ പറയാം. ആദായം വർദ്ധിക്കുന്നതായ സമയം. ഈ സമയം പണയ വസ്തുക്കൾ പോലും തിരികെ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് സഹപ്രവർത്തകരിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യാധിപനായ ശുക്രൻ ഉച്ചരാശിയിൽ തുടരുകയാൽ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. അഭിമാനകരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം കൂടി തുണയ്ക്കുന്നതിനാൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരായ വ്യക്തികൾക്കും സൗഭാഗ്യങ്ങൾ തേടി എത്തുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ കടന്നു വരും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് ജീവിത നിലവാരം പെട്ടെന്ന് ഉയരുന്നതാകുന്നു. മാസത്തിലെ 3/4 പങ്കും നക്ഷത്രനാഥനായ ശുക്രൻ ഉച്ചസ്ഥിതിയിൽ തുടരുന്നതും രണ്ടാം പകുതിയിൽ കൂറിന്റെ അധിപനായ സൂര്യന് ഉച്ചസ്ഥിതി സംഭവിക്കുന്നതുമാണ് ഈ മാസത്തെ മുഖ്യ ഗുണാനുഭവങ്ങൾക്ക് കാരണമാകുന്നത് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് വില കൂടിയ പല വസ്ത്രങ്ങളും വാങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സമ്മാനങ്ങൾ ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം സ്ഥാനോന്നതി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്തുണ വളരെയധികം വർദ്ധിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത്തരത്തിലുള്ള കാര്യങ്ങളും ഈ മാസം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും വർദ്ധിക്കുന്നതായ അവസരങ്ങൾ കൂടിയാണ് ഇത്. പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരം എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. ഈ സമയം ഏറ്റവും ശുഭകരമാണ്. പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും വിശേഷമാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മറ്റു ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. അത്തരത്തിൽ ഈ മാസം ശുഭകരമല്ലാത്ത ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് ഈ സമയം ശുഭകരമല്ല എന്ന് തന്നെ പറയാം. പല രീതിയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് ഇത്. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം നേടുവാൻ സാധിക്കാതെ ഇവർ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയം കൂടിയാണ് ഇത്. അതിനാൽ തന്നെ ഈ സമയം വളരെയധികം നഷ്ടബോധം മനസ്സിലേക്ക് കടന്നു വരാം. പല കാര്യങ്ങളിലും വിചാരിച്ചതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കാതെയും നഷ്ടങ്ങളാലും ജീവിതത്തിൽ വളരെയധികം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന സമയമായി മാറും. അഷ്ടമത്തിൽ ശനിയും കുജനും തുടരുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. തടസ്സങ്ങൾ തുടർക്കഥയായി മാറും. ഈ സമയം വളരെയധികം ദേഷ്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അത് നിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമായി മാറും. ഈ സമയം ആശ്വാസങ്ങൾ വന്നു ചേരുവ സാധിക്കാത്തതായ അവസ്ഥയാണ് ഉണ്ടാവുക. അതായത് ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരാം. എന്നാൽ ഈ സമയം പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നതും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ്. ദേവിക്ക് ഈ സമയം രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാകുന്നു. ഈ സമയം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാർക്കും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ആലോചിക്കാതെ പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് പ്രശ്നമായി ഭവിക്കുകയും ചെയ്യാം. പല
ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരികയും അതിൽ വിജയിക്കുവാൻ വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടതായി വരാം. പരാജയങ്ങൾ പോലും സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. എന്നിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും വിഷമതകൾക്ക് കാരണമാകുന്ന പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടേയിരിക്കാം. ഈ സമയം ആരോഗ്യ കാര്യത്തിലും വളരെയധികം ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം എന്ന കാര്യവും ഓർക്കുക. അശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ജീവിതത്തിൽ ഏറ്റവും ദോഷകരമായ സമയത്താണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്ന കാര്യം ഓർക്കുക. ആയില്യ നക്ഷത്രക്കാർ ഏപ്രിൽ മാസം പ്രത്യേകിച്ചും ശ്രദ്ധിക്കുക. ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും അല്പം മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക തന്നെ ചെയ്യാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിലും 8-ാം ഭാവത്തിലും പാപഗ്രഹങ്ങളുള്ള സമയമാണ്. അതിനാൽ വളരെയധികം ദോഷകരമായ സമയം എന്ന് തന്നെ പറയാം. സമ്മർദ്ദം വളരെയധികം വന്നു ചേരുന്നതായ സമയം. ഈ സമയം അതിനാൽ ഗുണാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളും കുറയുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം പല രീതിയിലുള്ള തടസ്സങ്ങൾ, ചതി എന്നിവ ജീവിതത്തിലേക്ക് കടന്നു വരാം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. അനുകൂലമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ് ഇത്. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ല എങ്കിൽ നഷ്ടങ്ങൾ വർദ്ധിക്കുകയോ നഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക എന്ന കാര്യവും ചെയ്യുക. ഈ സമയം നിങ്ങൾക്ക് ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഇവർ തീർച്ചയായും ഭദ്രകാളി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക. ശിവക്ഷേത്രത്തിൽ ഇവർ തീർച്ചയായും രക്തപുഷ്പാഞ്ജലിയും അതേപോലെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്ന് ചേരും. ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം ചതയം നക്ഷത്രമാണ്. ചതയ നക്ഷത്രക്കാർക്ക് പൊതുവെ മറ്റ് നക്ഷത്രക്കാരെ അപേക്ഷിച്ച് ദോഷഫലങ്ങൾ കുറവാണ് എങ്കിൽ പോലും ചതയ നക്ഷത്രക്കാർക്കും ദോഷകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് പറയാം. പാപഗ്രഹങ്ങൾ വലിയ തോതിൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ ലക്ഷ്യപ്രാപ്തി ദുഷ്കരമായി മാറുന്നതായ സമയമാണ്. സ്വന്തം മനസ്സിലെ പല പ്രശ്നങ്ങളും ഒരു ജീവിതത്തിലേക്ക് പല രീതിയിൽ ദോഷകരമായി ബാധിക്കുന്നതായ സമയമാണ്. മനസ്സിലേക്ക് പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ ചിന്തകൾ നിറയ്ക്കേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം. ഇച്ഛാശക്തി ദുർബലമായി തീരുന്നതായ അവസ്ഥ. സാമ്പത്തിക നില സാധാരണമായി തുടരും. എന്നിരുന്നാൽ പോലും ധനനഷ്ടങ്ങൾക്കും സാമ്പത്തികപരമായ ചില പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പരീക്ഷ എഴുതുന്നവർക്കും ശുഭകരമായ സമയമാണ്. എന്നിരുന്നാൽ പോലും ജീവിത പങ്കാളികൾക്കിടയിൽ തർക്കങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം ധനനഷ്ടം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. അപകട സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചില്ല എങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാകുന്നു. നിങ്ങൾ തീർച്ചയായും പരമശിവനെയും ഭദ്രകാളി ദേവിയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. ദേവീക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. തീർച്ചയായും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും.